So yeah, uh, yeah. So welcome to Rahil's Academy. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാലിഡിറ്റി എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾ, അതിൻ്റെ കൂടെ തന്നെ വാലിഡിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിവിടെ കാണിച്ചിട്ടുള്ള PYQs ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ ഞാൻ ഫസ്റ്റ് സ്ലൈഡ് ആഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളിലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഈ ടോപ്പിക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് പ്രൂഫ് ആണ്. ഓക്കെ, 2024 ജൂണിൽ ഡിസംബറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാലിഡിറ്റിയുടെ സൈഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വാലിഡിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, മൊത്തമായിട്ട് കാണുക. ഈ ഈ PYQസും അതുപോലെ തന്നെ ഈ PPT പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വഴി എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. സോ ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. സോ എന്താണ് വാലിഡിറ്റി? ഓക്കെ, സോ എന്താണ് വാലിഡിറ്റി? വാലിഡിറ്റി refers to the extent to which a research instrument, test or study accurately measure what it is intended to measure. അതായത് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെന്റ് ടൂള് അത് മെഷർ ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് മനസ്സിലാക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, മെഷർമെന്റ് സ്കെയിൽ ഉണ്ടല്ലേ, 15 സെന്റിമീറ്ററിന്റെ മെഷർമെന്റ് സ്കെയിൽ നമ്മളെല്ലാവരും സ്കൂൾ ടൈം യൂസ് ചെയ്തൊരു കാര്യമാണ് അല്ലേ. നമുക്ക് ഈ ഒരു മെഷർമെന്റ് സ്കെയിൽ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏതൊരു കാര്യത്തിന്റെയും മെഷർമെന്റ് നമുക്ക് അളക്കാൻ പറ്റും അല്ലെ. എന്നാല് ഇതേ സ്കെയിൽ കൊണ്ട് നമുക്കൊരു റോഡിന്റെ കിലോമീറ്റർ മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ എന്തല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതായത് സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ സ്കൂൾ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെഷർമെന്റ് സ്കെയിൽ തന്നെയാണ്. പക്ഷേ ആ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് റോഡിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. റോഡിന്റെ മെഷർമെന്റ് യൂസ് ചെയ്യാൻ, മെഷർമെന്റ് കണക്കാക്കാനും വേണ്ടി നമുക്ക് അതിൻ്റെതായ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇനി അതേ സമയത്ത് വളരെ ചെറിയ കാര്യങ്ങൾ, ഒരു മാക്സിമം ഒരു 30-40 സെന്റിമീറ്ററിലെ എന്തെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി, ഈ പറയുന്ന സ്കെയിൽ മതി. അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെന്റ് ടൂള് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി എന്ത് ചെയ്യാണ്, അത് മെഷർ ചെയ്യേണ്ട കാര്യം തന്നെയാണോ മെഷർ ചെയ്യുന്നത് നടക്കുന്ന ഒരു എന്താണ് റിസർച്ച് മെക്കാനിസം ആണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പോ ഒരു സ്കൂളിൽ എന്താണ്, ഒരു മാത്സ് ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ്? മാത്സിന്റെ, ഒരു കുട്ടിക്ക് മാത്സിൽ എത്രത്തോളം നോളജ് ഉണ്ടെന്ന് അറിയാനും വേണ്ടി നമ്മൾ ഈ ഒരു ടെസ്റ്റ് ആണോ നടത്തുക? അല്ല. നമ്മൾ എന്ത് ചെയ്യും, 1+2 = ഡാഷ് അല്ലെ, 360 × 250 ഡാഷ്. അതായത് ഒരു കുട്ടിയുടെ മാത്സിലെ കപ്പാബിലിറ്റി മനസ്സിലാകണം എന്നിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ ടെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, അതിന് പകരം EVSന്റെ ടെസ്റ്റ് കൊടുത്താൽ പോരാ. അതാണ് വാലിഡിറ്റി. ക്ലിയർ ആണോ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? എന്താണ് സംഭവം, അതിന്റെ മീനിങ് കൃത്യമായിട്ട് അറിയണം. ബൈ ഹാർട്ട് പഠിക്കലല്ല, നെറ്റിന് പ്രത്യേകിച്ചിട്ട് പറ്റില്ല. കൃത്യമായിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയാം. ഇനിയും സംശയമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് പറയാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്കെയില്, നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റോഡ് അളക്കാൻ പറ്റില്ല. റോഡ് അളക്കാൻ, റോഡ് മെഷർ ചെയ്യാനും വേണ്ടി നമുക്ക് അതിൻ്റെതായ ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. വെറും നമ്മുടെ ഒരു 15 സെന്റിമീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഈസ് ഈക്വൽ ടു മാർക്സ്. നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള പണ്ടേ ഉള്ള ഒരു കാര്യമാണ് അല്ലെ.
അറ്റൻഡൻസ് കൂടുതൽ ഉണ്ടായാൽ മാർക്ക് കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു മിത്താണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ മാർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ അല്ല അറ്റൻഡൻസ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ മാർക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ആ കുട്ടിയുടെ എക്സാമിനേഷൻ മാർക്ക് ഉണ്ടാവും, ആ കുട്ടിയുടെ പ്രസന്റേഷൻ മാർക്ക് ഉണ്ടാവും, ആ കുട്ടിയുടെ വൈവയുടെ മാർക്ക് ഉണ്ടാവും, ആ കുട്ടിയുടെ ക്യാരക്ടറിന്റെ മാർക്ക് ഉണ്ടാവും. അതിനൊക്കെ അനുസരിച്ചാണ് ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേവലം ഒരു അറ്റൻഡൻസിന്റെ അടിസ്ഥാനത്തിലല്ല. അണ്ടർസ്റ്റുഡ്? ഇത് നമ്മൾ എന്താ പറയാ, വാലിഡിറ്റിന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത്രയേ ഉള്ളൂ വാലിഡിറ്റി. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. അതായത് whether an instrument, a test or study is accurately measuring what it is intended to measure. ആ മെഷർ ചെയ്യാൻ ഇന്റൻഡ് ആയിട്ടുള്ള രീതി തന്നെയാണോ ആ ഒരു ടൂൾ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിന്റെ ടൈപ്സുകളാണ്. നമുക്ക് അതിന്റെ ഓരോ ടൈപ്സ് എന്ത് ചെയ്യാം, ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫൈൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഇന്റേണൽ വാലിഡിറ്റി. എന്താ നമുക്ക് നോക്കാം. ഹൗ ഫാർ ദ റിസൾട്ട് ഓഫ് എ സ്റ്റഡി ആർ ട്രൂലി കോസ്ഡ് ബൈ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോട്ട് ബൈ അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് നമ്മളൊരു സ്റ്റഡി നടത്തുന്ന സമയത്ത് ആ സ്റ്റഡിയുടെ ഔട്ട്പുട്ട് ഒരു സ്പെസിഫിക് ഇൻപുട്ട് കാരണമാണ് എന്ന് പറയുന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ നോക്കണം നിങ്ങൾ എക്സാമ്പിൾ. ഇഫ് മാർക്സ് ഇംപ്രൂവ്ഡ് ബിക്കോസ് ഓഫ് ദി ന്യൂ മെത്തേഡ്, ഹൈ ഇന്റേണൽ വാലിഡിറ്റി. ഇഫ് മാർക്സ് ഇംപ്രൂവ്ഡ് ബിക്കോസ് ഓഫ് കോച്ചിങ്, എക്സ്ട്രാ സ്റ്റഡി ഓർ ഈസി എക്സാം, ലോ ഇന്റേണൽ വാലിഡിറ്റി. അതായത് എന്താണ്, ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ആ കുട്ടിയുടെ മാർക്ക് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നെന്താണ്, പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിന് പകരം വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. സിറ്റുവേഷൻ 1 ആണ്. സിറ്റുവേഷൻ 1. സിറ്റുവേഷൻ 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോച്ചിങ് ഉണ്ട് അവിടെ, അതുപോലെ എക്സ്ട്രാ സ്റ്റഡി ഉണ്ട്, അതുപോലെ ഈസി എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോ പുതിയൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് മാത്രം കൊടുത്തപ്പോൾ കുട്ടിയുടെ മാർക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഹൈ ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടർ കാരണമാണ്, എക്സ് കാരണമാണ് വൈ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഹൈ ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അതേ സമയത്ത് ഈ കുട്ടിക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, എക്സ്ട്രാ സ്റ്റഡി ഉണ്ടായിരുന്നു, എക്സാം ഈസി ആയിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കൂടിയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ഇന്റേണൽ വാലിഡിറ്റി കുറവാണ്. ബിക്കോസ് അവിടെ എ ബി സി ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ആ കുട്ടിക്ക് വൈ എന്നുള്ള കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഒറ്റ കാരണം കൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്റേണൽ വാലിഡിറ്റി കൂടുതലാണ്. മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് വേറെയും ഒരുപാട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കാരണമാണ് ആ കുട്ടിയുടെ മാർക്ക് കൂടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ വാലിഡിറ്റി എന്താണ്, കുറവാണ്. അണ്ടർസ്റ്റുഡ്? അതാണ് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ വാലിഡിറ്റി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിളും ഈ പറയുന്ന ഒരു ടീച്ചിങ് മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു ഈ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു റിസൾട്ട് അതെന്താണ്, ഒരൊറ്റ കാരണം കൊണ്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഈ എക്സിന് എന്താണ്, ഹൈ ഇന്റേണൽ വാലിഡിറ്റി ആണ്. അതേ സമയത്ത് എന്താണ്, അവിടെ എ ബി സി പോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ വൈ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്റേണൽ വാലിഡിറ്റി എന്താണ്, കുറവാണ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വരുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ വാലിഡിറ്റി. ഓക്കെ, എക്സ്റ്റേണൽ വാലിഡിറ്റി. യെസ്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാർ the result of a study can be applied to other people, places or situation. അതായത് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്. ആ സ്റ്റഡിയുടെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആളുകളിലേക്കും വേറെ സ്ഥലങ്ങളിലേക്കും
വേറെ സിറ്റുവേഷനിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സ്റ്റഡിയുടെ എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. എക്സാമ്പിൾ നോക്കുകയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സപ്പോസ് എ സ്റ്റഡി ഫൈൻഡ്സ് ദാറ്റ് ന്യൂ ടീച്ചിങ് മെത്തേഡ് വർക്ക്സ് വെൽ ഫോർ സ്റ്റുഡൻറ് ഇൻ വൺ കോളേജ്, അല്ലെ? അതായത് പുതിയൊരു ടീച്ചിങ് മെത്തേഡ്, ഒരു സ്റ്റഡി ആട്ടോ, ആ സ്റ്റഡി എന്താ ചെയ്യുന്നത്? ആ സ്റ്റഡി കണ്ടുപിടിക്കുകയാണ് ഒരു പുതിയൊരു ടീച്ചിങ് മെത്തേഡ് എന്താണ് ഒരു കോളേജിൽ, ജസ്റ്റ് വൺ കോളേജിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി ആ സ്റ്റഡിയിൽ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ വാലിഡിറ്റി കണ്ടുപിടിക്കാനും വേണ്ടി ആ സെയിം ടീച്ചിങ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കോളേജിലേക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ എല്ലാ കോളേജിലേക്കും ആ ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ് ട്രൈ ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ ന്യൂ ടീച്ചിങ് മെത്തേഡിന്റെ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്താണ്? കൂടുതലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അതിന്റെ എക്സാമ്പിൾ, if it also works with other college, cities or countries, that means ആ ടീച്ചിങ് മെത്തേഡിന് ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. ഇഫ് ഇറ്റ് വർക്ക്സ് ഓൺലി ഇൻ ദാറ്റ് കോളേജ്, ലോ എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് ഈ സെക്കൻഡ് പോയിന്റ് വരുന്നത്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ക്യാൻ ദ റിസൾട്ട് ബി ജനറലൈസ്ഡ്? നമ്മുടെ മെത്തേഡോ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടോ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പം ഒരു വലിയ ലോകത്തേക്ക് ആ ഒരു റിസൾട്ടിനെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് സെയിം പാറ്റേൺ തന്നെ ആയിരിക്കുമോ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ വാലിഡിറ്റി എന്നുള്ള ഒരു റിസർച്ച് മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. സംശയമുള്ളവർക്ക് എന്നെ പേഴ്സണലി ബന്ധപ്പെടാം. ഓക്കെ, ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാലിഡിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്, ഇന്റേണൽ വാലിഡിറ്റിയും അതുപോലെ എക്സ്റ്റേണൽ വാലിഡിറ്റിയും. ക്ലിയർ? നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഫേസ് വാലിഡിറ്റി. ഓക്കെ, എന്താണ് ഫേസ് വാലിഡിറ്റി? ഓക്കെ, ഫേസ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ പേരിട്ടുണ്ടല്ലേ, മുഖം. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള, എനിക്കടക്കം ഞാൻ പറയണം, നമുക്ക് ഇപ്പോഴില്ല, ഇപ്പൊ എനിക്ക് പേഴ്സണലി അതിപ്പോ ഇല്ല, അങ്ങനെ പല ആളുകൾക്കും ആ ഒരു ശീലം മാറിയിട്ടുണ്ടാവും. നമ്മൾ ഒറ്റ കാഴ്ചപ്പാടിൽ നമ്മൾ ആളുകളെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ വിലയിരുത്തുന്ന ഒരു ക്യാരക്ടർ, അത് നമ്മൾ ഫേസ് വാലിഡിറ്റി എന്നാ പറയാം. ഓക്കെ, അതായത് ഒരു പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ ഒരു മെട്രിക്സിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അതാണ് ഫേസ് വാലിഡിറ്റി. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് നടത്താൻ വേണ്ടി ഞാൻ ആളുകളിലേക്ക് എനിക്ക് ചോദ്യങ്ങൾ കൊടുക്കണം. റിസർച്ച് നടത്തുമ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ ഫോമിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഞാനൊരു 20 ചോദ്യം ഞാൻ ഉണ്ടാക്കി. 20 ചോദ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പ്രൊഫസർമാരുടെ അടുത്ത് 1 2 3 3 പ്രൊഫസേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് കാണിക്കാം. അവരെന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ നോളജിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയും ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. അവരൊരു ടെസ്റ്റും നടത്തുന്നില്ല, അവരതിനെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യക്ഷത്തിൽ അവരെന്ത് ചെയ്യാണ്? ഓക്കെ, ഈ മെഷർമെന്റ് ടൂള് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇത് നല്ല രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും, ഇത് നീ ഉപയോഗിച്ചോളൂ എന്ന് പറയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഫേസ് വാലിഡിറ്റി എന്ന് പറയാം. നമ്മൾ ഡെഫിനിഷൻ പാർട്ടിലോട്ട് പോവാം. വെദർ എ ടെസ്റ്റ് ഓർ ടൂൾ ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് മെഷറിംഗ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ. അതായത് ഒരു മെഷർമെന്റ് ടൂൾ എന്ത് ചെയ്യാണ്? അത് മെഷർ ചെയ്യേണ്ട കാര്യമാണോ അതിലുള്ളത് എന്താണ് നമ്മൾ അതിന്റെ ഒരു കാഴ്ചയിലൂടെ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ? ഫേസ് വാലിഡിറ്റി. അത് അങ്ങനെ തന്നെയാണോ നോക്കാണ്, അത് അങ്ങനെ തന്നെയാണോ ഉള്ളത്, അത് ആ ഒരു മെഷർമെന്റ് നടത്താനും വേണ്ടിയിട്ടുള്ള ടൂൾ തന്നെയാണോ നമ്മൾ ആ ഒരു ഒറ്റ പ്രത്യക്ഷത്തിൽ നമ്മൾ തീരുമാനിക്കും. അതാണെന്ത് ഈ പറയുന്ന ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അതിന് ഒരു എക്സാമ്പിൾ ആട്ടോ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് എക്സാമ്പിൾ കൊടുക്കുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഫ് എ മാത്സ് ടെസ്റ്റ് കണ്ടെയ്ൻസ് മാത്സ് ക്വസ്റ്റ്യൻ, ഹൈ ഫേസ് വാലിഡിറ്റി. ഇഫ് എ മാത്സ് ടെസ്റ്റ് കണ്ടെയ്ൻ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ, ലോ ഫേസ് വാലിഡിറ്റി. അല്ലെ, നമുക്ക് പ്രത്യക്ഷത്തെ നമുക്ക് മനസ്സിലാവും ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, കുട്ടികളുടെ മാത്സിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ മാത്സിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് അതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് ഹൈ ഫേസ് വാലിഡിറ്റി ആണ്. ഇവിടെ എന്താണ്? ലോ ഫേസ് വാലിഡിറ്റി ആണ്. ഇതാണ് ഫേസ് വാലിഡിറ്റിന്റെ വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എന്താണ് ഫേസ് വാലിഡിറ്റി? സബ്ജക്റ്റീവ് അല്ലേ. അതായത് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വ്യക്തികൾക്കനുസരിച്ചിട്ട് ഫേസ് വാലിഡിറ്റി മാറാം. ഇപ്പോ ഇവിടെ ഞാൻ എന്റെ ഫസ്റ്റ് പ്രൊഫസർ പറയാണ് ആ 20 ക്വസ്റ്റ്യനും ഓക്കെയാണ്. രണ്ടാമത്തെ പ്രൊഫസർ പറയാണ്
18 ക്വസ്റ്റ്യൻ ഫൈൻ ആണ്, 2 ക്വസ്റ്റ്യൻ എന്തോ പ്രശ്നമുണ്ട്. തേർഡ് പ്രൊഫസർ പറയാണ് 15 ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, 5 ക്വസ്റ്റ്യൻസ് തെറ്റാണ്. അപ്പൊ അതെന്താണ്, ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. ആളുകൾക്ക് അനുസരിച്ചിട്ട്, അത് മെഷർ ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ട്, വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി. വാലിഡിറ്റി മെഷർ ചെയ്യുന്നതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ളതാണ് ഫേസ് വാലിഡിറ്റി. ബിക്കോസ് എന്താണെന്ന് അറിയോ, അത് എസംഷൻ ആണ്. അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല, അല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ്. ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലോ ഒന്നല്ല നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു എസംഷന്റെ അടിസ്ഥാനത്തിൽ പറയാണ് അതെന്തല്ല, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അത് ഓക്കെ ആണെന്നോ അല്ലെ ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ജസ്റ്റ് ഒരു ബേസിക് പ്രിഫറൻസ് മാത്രം പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു വീക്കസ്റ്റ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി എന്നാണ് നമ്മൾ ഇതിനെ പറയാം കേട്ടോ. ഇറ്റ് ഈസ് ജഡ്ജഡ് ബൈ എക്സ്പേർട്സ് ഓർ കോമൺ സെൻസ്. നമ്മുടെ കോമൺ സെൻസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് വാലിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സംശയം ഉണ്ടാക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ അത്രയും ഇൻഡെപ്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി ഇതിന്റെ താഴെ പോകാൻ എനിക്ക് അറിയില്ല. എന്നിട്ടും സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നോ വെറീസ്, ഒരുപാട് ഗ്യാപ്പ് എടുത്ത് വരുന്നെങ്കിൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഡോണ്ട് ഗെറ്റ് പാനിക് ഓൺ ദാറ്റ്. ജസ്റ്റ് കോൺടാക്ട് മീ, ഐ സെറ്റപ്പ്. എന്താ പറയുക, ആ ഒരു പ്രശ്നം മൊത്തം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാലിഡിറ്റി ആണ്. ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു വാലിഡിറ്റിയിലാട്ടോ. എന്താണ് ഇത്, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഞാൻ പറയുന്ന ഓരോ പോയിന്റും. constructive validity is the degree to which a test truly measure the theoretical concept it claims to measure. ഡെഫിനിഷൻ വെച്ചിട്ട് കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഞാൻ പെട്ടെന്ന് എക്സാമ്പിളിലോട്ട് വരാം. എന്നിട്ട് ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് ഇതിനൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ. ഇതാ വെരി സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, വെരി സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇഫ് യു വാണ്ട് ടു മെഷർ മോട്ടിവേഷൻ, ഈ മോട്ടിവേഷനാണ് നമ്മളെന്ത് പറയാ, നമ്മൾ പൊതുവെ ഈ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്, കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. അബ്സ്ട്രാക്റ്റ് ഐഡിയ നമ്മളെന്ത് പറയാ, അത് നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റൂല. നമുക്കിപ്പോ ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഹാപ്പിനെസ്സിന് പകരം നമുക്ക് എന്തൊക്കെ ചോദിക്കാം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ സംതൃപ്തനാണോ, നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് നിങ്ങൾ സംതൃപ്തനാണോ, ഫൈനാൻഷ്യലി നിങ്ങൾ സംതൃപ്തനാണോ. ഇത് 4 സംതൃപ്തനാണെന്ന് ആ മനുഷ്യൻ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. അതായത് ഈ ഹാപ്പിനെസ് ആണ് കൺസ്ട്രക്റ്റ് എന്ന് പറയാം. അതെന്താണ്, ഒരു അബ്സ്ട്രാക്ട്, ഒരു ഓവറോൾ സംഭവമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ആ ഹാപ്പിനെസ്സിന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്റലിജൻസ്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ്, സ്ട്രെസ്, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് മൾട്ടിപ്പിൾ കാര്യങ്ങളായിരിക്കും ഇതിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയാ, കൺസ്ട്രക്റ്റ് എന്ന് പറയാം. അണ്ടർസ്റ്റുഡ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കൺസ്ട്രക്റ്റ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിളിലോട്ട് വരാം. ഇപ്പൊ നമുക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് മെഷർ ചെയ്യണം. ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ മോട്ടിവേഷൻ മെഷർ ചെയ്യാനും വേണ്ടി നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാണ്, എഫേർട്ട്, ഗോൾസ്, പേഴ്സിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ എന്താണ്, നമുക്കൊരു വ്യക്തിയുടെ മോട്ടിവേഷൻ മനസ്സിലാക്കാനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഓക്കെ, കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിനെ പറയാം. ഓക്കെ, കൺസ്ട്രക്റ്റും അതിന്റെ ഐറ്റംസും. ഇനി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതിന് ഹൈ കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ട്. ബിക്കോസ് എന്താണ്, മോട്ടിവേഷൻ മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ഈ എഫേർട്ട്, ഗോൾസ്, പെർസിസ്റ്റൻസ് മുതലായുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അതേ സമയത്ത് ഇഫ് യുവർ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ബന്ധമില്ലാതെ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏജ്, ഹൈറ്റ്, ഒരാളെ ഏജും ഹൈറ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളുടെ മോട്ടിവേഷൻ നമുക്ക് മനസ്സിലാക്കുക, അതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അതെന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താണ്, അത് ലോ കൺസ്ട്രക്ട് വാലിഡിറ്റി ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതാണ് ഈ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന്. ഭയങ്കര കടിച്ചാ പൊട്ടാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്നല്ല ഈ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? പിന്നെ വരുന്ന എന്താണ്, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ഇതും ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് അറിഞ്ഞിരിക്കും. ഇനി ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ആയിരുന്നല്ലോ. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി നമുക്ക് എന്താ നോക്കാം.
Criterion related validity is the extent to which a test scores are correlated with an external criteria or standard. Confusion വേണ്ട എക്സാമ്പിളിലോട്ട് പോവാം. അതായത് ഇഫ് എൻ എൻട്രൻസ് ടെസ്റ്റ് പ്രിഡിക്ട് സ്റ്റുഡൻസ് ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസ്, അതായത് ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ത് ചെയ്യാണ്, സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസ് മെഷർ ചെയ്യാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നീറ്റില് നല്ല സ്കോർ കിട്ടിയവർ ഈസ് ഈക്വൽ ടു നല്ല ഡോക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. തീരുമാനിക്കുകയാണ്. അപ്പോ നമ്മൾ അതിന്റെ റിസൾട്ട് നോക്കും. നീറ്റിൽ നല്ല സ്കോർ കിട്ടിയ 10 കുട്ടികൾ എടുക്കും. അവരുടെ ചികിത്സാ രീതി എടുത്തപ്പോൾ അവർക്ക് എന്താണ്, നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നീറ്റിന്റെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾ എന്താണ്, നല്ല രീതിയിലുള്ള ഡോക്ടർ ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ നീറ്റ് എക്സാമിന്റെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി കൂടുതലാണ്. അതായത് നമ്മുടെ ടെസ്റ്റിന്റെ സ്കോർ, അതായത് നീറ്റിന്റെ സ്കോറ് ആർ കോറിലേറ്റഡ് വിത്ത് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ. നീറ്റിന്റെ സ്കോർ പ്രകാരമാണ് അവരുടെ കൺസൾട്ടിങ് ക്വാളിറ്റി കൂടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീറ്റ് സ്കോറിന്റെ ക്രൈറ്റീരിയൻ റിലേറ്റഡ്. നീറ്റ് സ്കോർ നമ്മൾ ഇവിടെ ഉണ്ട്, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലെ. നീറ്റ് സ്കോറിൽ മാർക്ക് കൂടുമ്പോൾ അവരുടെ എന്താണ്, കൺസൾട്ടിങ് നോളേജ് അല്ലെങ്കിൽ കൺസൾട്ടിങ് ക്വാളിറ്റി കൂടും എന്നൊരു ക്രൈറ്റീരിയ വെക്കുകയാണ്. ഇനി അതേ സമയത്ത് നീറ്റിൽ മാർക്ക് കൂടിയപ്പോൾ കൺസൾട്ടിങ്ങിന്റെ ക്വാളിറ്റി കുറയാണ്. നീറ്റിൽ കുറെ മാർക്കുള്ളവരുടെ കൺസൾട്ടിങ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നീറ്റ് സ്കോറിന്റെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി കുറവാണ്. ഇതാണ് ആ കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ ആ സംഭവം. ക്രൈറ്റീരിയ നമ്മളിങ്ങനെ അതിനെ കമ്പയർ ചെയ്യാണ്. ഒരു ക്രൈറ്റീരിയ വെക്കും, അതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റമൊന്നുമില്ല. നെഗറ്റീവായിട്ടുള്ള മാറ്റമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി കുറവാണ്. പോസിറ്റീവ് ആയിട്ടാണ് അതിന്റെ റിസൾട്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി കൂടുതലാണ്. ഓക്കെ, ക്രൈറ്റീരിയൻ വാലിഡിറ്റിന്റെ ഒരു ഓൺലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡസ് ദി ടെസ്റ്റ് മാച്ച് റിയൽ വേൾഡ് റിസൾട്ട്. ഓക്കെ, അതായത് നമ്മുടെ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടോ, റിയൽ വേൾഡിൽ റിസൾട്ട് ആയിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ വാലിഡിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടൈപ്സ് ഓഫ് വാലിഡിറ്റി. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ PYQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ. നമ്മൾ എല്ലാം ടോപ്പിക് വൈസ് ആണ് നമ്മൾ പൊതുവെ എന്താണ് PYQs ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്കത് ചെയ്യാം. ഫൈൻ. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. എന്താണ് വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റി എന്താണ്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്താണ്, ഫേസ് വാലിഡിറ്റി എന്താണ്, കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി എന്താണ്, പിന്നെ അതുപോലെ തന്നെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്താണ്. ഈ 5 കാര്യങ്ങളും അതിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക. PDF ഇതിന്റെ PPT ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. So that's all about today. So we'll see you on the next day. Till then, bye.